വന്യമൃഗശല്യം തടയുന്നതിനായി ശാശ്വത പരിഹാരത്തിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും സംസ്ഥാന സർക്കാർ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുമെല്ലാം മൂന്നാമത് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നും LDFന് വിജയിക്കുന്നതിനുള്ള സാധ്യത ഇരട്ടിയാക്കുകയാണെന്ന് സ്ഥാനാർത്ഥി ആന്റണി ജോൺ പ്രതികരിച്ചു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ മികച്ച പിന്തുണയോടെ LDFനെ തെരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം MCV ന്യൂസിനോട് പ്രതികരിച്ചു. നമ്മുടെ പ്രചരണ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രചരണം മുന്നോട്ട് പോകുന്നത്? പ്രചരണ പരിപാടികൾ വളരെ ആവേശകരമായി തന്നെയാണ്. ആദ്യം മുതൽ നല്ല അടുക്കും ചിട്ടയുമായി, അതോടൊപ്പം തന്നെ നല്ല ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഓരോ പ്രചരണ പരിപാടികളും കോതമംഗലം മണ്ഡലത്തിൽ ഇപ്പോൾ ഇതുവരെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ 1-2 ദിവസം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളൂ. ഇന്നലെ കേന്ദ്രീകരിച്ചുള്ള ഒരു യുവജന സംഘടനകളുടെ, ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ഒരു റോഡ് ഷോ ചെറിയ പള്ളി താഴത്തു നിന്നും തുടങ്ങി നെല്ലിക്കുഴി വരെ എത്തിച്ചേരുന്ന നിലയിൽ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഇന്നലെ ആ പരിപാടി നടന്നത്. ഇനിയിപ്പോൾ ഇന്നും നാളെയുമായി മറ്റ് വീടുകൾ കയറിയുള്ള പ്രചരണം, നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മണ്ഡലം കമ്മിറ്റിയും ഒക്കെ തീരുമാനിച്ചതുപോലെ കൃത്യമായ പ്രചരണ പരിപാടികൾ അടുക്കും ചിട്ടയോടും കൂടി തന്നെ എല്ലാ ബൂത്ത് പരിധിയിലും ഇപ്പോൾ സംഘടിപ്പിച്ചു വരികയാണ്. ഈ വന്യമൃഗശല്യം അടക്കമുള്ള ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ മണ്ഡലത്തിൽ. അപ്പോൾ നമ്മൾ നടപ്പിലാക്കിയ വന്യമൃഗശല്യങ്ങളെ തടയുന്നതിനുള്ള ഇതൊക്കെ എത്രമാത്രം നമ്മുടെ മൂന്നാം ഘട്ടത്തിൽ ഗുണകരമാണ്? നമ്മൾ ഈ ഒരു പ്രശ്നം നമുക്കറിയാം, കേരളത്തിൽ ഏതാണ്ട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു 30 ലക്ഷത്തോളം ആളുകളെങ്കിലും നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ 10 വർഷക്കാലവും MLA എന്നുള്ള നിലയിൽ ഞാൻ നിയമസഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയം ഇത് തന്നെയാണ്. അത് ചോദ്യങ്ങളാണെങ്കിലും സബ്മിഷനുകളാണെങ്കിലും ഒക്കെ സഭാരേഖകൾ പരിശോധിച്ചാൽ ആർക്കും അതറിയാം. അതോടൊപ്പം തന്നെ സഭയ്ക്കകത്ത് ഉന്നയിച്ചു എന്ന് മാത്രമല്ല, സർക്കാർ തലത്തിൽ നിരവധി ഇടപെടൽ നടത്തി. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സാധ്യമായ നിലയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ട്രെഞ്ചിൻ്റെ നിർമ്മാണം, ആദ്യമായിട്ട് മണ്ഡലത്തിൽ ട്രെഞ്ച് കുഴിക്കുന്ന പ്രവൃത്തി നടത്തിയത് നമ്മുടെ ഈ സമയത്താണ്. ഉരുളനണ്ണി നമ്മുടെ കുണൂർക്കുടി പ്രദേശത്ത് പോയി നോക്കിയാൽ ഇപ്പോൾ അത് കാണാം. അപ്പോൾ ട്രെഞ്ചിൻ്റെ നിർമ്മാണം മാത്രമല്ല, ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ്, അതോടൊപ്പം തന്നെ ഈ ഫെൻസിങ് നിർമ്മിക്കുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ നിന്ന് തുക ചെലവഴിക്കുന്നതും നമ്മുടെ ഈ കാലത്താണ്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ വനം വകുപ്പിൻ്റെ RRTക്ക് ആവശ്യമായ വാഹനങ്ങൾ MLA ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒട്ടനവധി മേഖലകളിൽ ഈ പലപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന വെളിച്ച കുറവുള്ളൊരു പ്രശ്നം പല മേഖലയിലും നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ കോതമംഗലത്ത് നടപ്പിലാക്കിയിട്ടുള്ള വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി ആവശ്യത്തിന് വെളിച്ച സംവിധാനങ്ങളെല്ലാം, മിനിമാസ്, ഹൈമാസ് ലൈറ്റുകളും മറ്റ് സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനങ്ങളും, സ്ട്രീറ്റ് മെയിൻ വലിച്ചുകൊണ്ടുള്ള ലൈറ്റ് സ്ഥാപിക്കുന്ന, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ, ഒരുപാട് സമയമെടുത്ത് പറയേണ്ട ഒരുപാട് പ്രവർത്തികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം വന്യമൃഗശല്യത്തിന് ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇല്ല എന്ന് തന്നെയാണ്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമവും ആ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുമാണ് യഥാർത്ഥത്തിൽ ആ നിയമത്തിനകത്താണ്. ഇപ്പോൾ പിന്നീട് പലപ്പോഴും ഭേദഗതികളൊക്കെ വന്നുവെങ്കിലും ആ ഭേദഗതികളെല്ലാം മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നായിരുന്നില്ല, മൃഗങ്ങളുടെ പക്ഷത്ത് നിന്നായിരുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഞാൻ നമ്മുടെ നിയമസഭയിൽ, ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ നിയമസഭയാണ് മാതൃകയായി. കേന്ദ്ര ഗവൺമെൻറ് അത് തിരുത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേരളത്തിൽ നമ്മൾ നിയമ ഭേദഗതി അടക്കം കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോൾ അത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അയച്ചിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ നിയമസഭയ്ക്കകത്ത് നിരന്തരം ഈ വിഷയം ഉന്നയിക്കുമ്പോഴും നമ്മുടെ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിലുമൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഇതെല്ലാം പല ഭേദഗതികളും പിന്നീട് വന്നെങ്കിലും മൃഗങ്ങളുടെ പക്ഷത്ത് നിന്നാണ്, മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നായിരുന്നില്ല എന്നുള്ളത്. ഏതായാലും അതങ്ങനെ നിൽക്കുമ്പോഴും ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിൽ, MLA എന്നുള്ള നിലയിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി, ഇപ്പോൾ നേരത്തെ എല്ലാം നമ്മൾ കണ്ടിരുന്നത് ഈ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കേണ്ടത് വനം വകുപ്പിൻ്റെ മാത്രം ഒരു ചുമതലയാണെന്നുള്ള നിലയിൽ ഒരു കാഴ്ചപ്പാടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ എല്ലാം വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ സവിശേഷ ദുരിതമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് മറ്റെല്ലാ വകുപ്പുകൾക്കും അതിനകത്ത് ഇടപെടാൻ കഴിയുന്ന നിലയിൽ സർക്കാർ കൃത്യമായ അത്തരം ഒരു ഇടപെടൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരമാവധി ഇപ്പോൾ ഒരു പ്രശ്നത്തെ ലഘൂകരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കേരളത്തിൽ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കോതമംഗലം മണ്ഡലത്തിലെ 5 പഞ്ചായത്തിലും, അത് കോട്ടപ്പടിയിലാണെങ്കിലും പിണ്ടിമലയിലാണെങ്കിലും
നമ്മുടെ കുട്ടമ്പുഴയിലും കീരമ്പാറയിലും കവളങ്ങാടടക്കമുള്ള 5 പഞ്ചായത്തുകളിൽ സാധ്യമായ നിലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ മണ്ഡലം ഏതാണ്ട് പൂർണ്ണമായും UDF-നൊപ്പം നിന്നതാണ്. അത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ LDF-നെ ബാധിക്കും. അല്ല, അതൊന്നും പ്രശ്നമൊന്നും. ഇതിനൊക്കെ സമാനമായ ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു 2016 ആദ്യമായി ഞാൻ മത്സരരംഗത്ത് വരുമ്പോൾ. അതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പോയി എന്നുള്ള നിലയിൽ കാണേണ്ടതില്ല. കഴിഞ്ഞ 10 വർഷക്കാലവും കോതമംഗലത്തെ ജനങ്ങൾ MLA ആയി പ്രവർത്തിക്കാൻ അവസരം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്ന് മാത്രമല്ല, ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ അത് സന്തോഷത്തിലും ദുഃഖത്തിലും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ പരമാവധി ഞാൻ അവരോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമായി ആ നിലയിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി ഒപ്പം നിർത്തി തന്നെയാണ് നമ്മൾ ഇതുവരെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പിന്തുണ ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. Haiza curry powder, the taste of royalty.